ഇക്കഴിഞ്ഞ നവംബർ മാസം ആദ്യ ആഴ്ചയിലാണ് നടിയും റിയാലിറ്റി ഷോ താരവുമായ മാളവിക കൃഷ്ണദാസിന് ആദ്യത്തെ കുഞ്ഞ് പിറന്നത്. നായിക-നായകൻ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ തേജസ് ജ്യോതിയാണ് മാളവികയെ വിവാഹം ചെയ്തത്. നായിക-നായകന് ശേഷം സിനിമയിലും സീരിയലിലും ഡാൻസും സ്റ്റേജ് ഷോകളുമെല്ലാമായി ഇപ്പോഴും മാളവിക ലൈം ലൈറ്റിലുണ്ടായിരുന്നു. വിവാഹത്തിനു ശേഷം മാളവികയ്ക്കൊപ്പം തേജസും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലും സജീവമായി. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് മാളവികയുടെ പ്രസവം അടുത്തപ്പോഴാണ് അവധിക്കായി നാട്ടിലെത്തിയത്. വയറ്റുപൊങ്കാല, വളകാപ്പ് തുടങ്ങി ഗർഭകാലത്ത് സ്ത്രീകൾ ഏറെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം മാളവികയ്ക്കൊപ്പം തേജസ്സും ഉണ്ടായിരുന്നു. ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് മാളവിക. എങ്കിലും ഗർഭകാലത്ത് അതുമായി ബന്ധപ്പെട്ട രസകരമായ വീഡിയോകളും മറ്റും മാളവിക തേജസിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. ഡെലിവറി വീഡിയോയും മാളവിക യൂട്യൂബിൽ പങ്കിട്ടിരുന്നു. പക്ഷേ യൂട്യൂബേഴ്സ് സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഗർഭം ഒരു കണ്ടന്റാക്കി സീരീസ് പോലെ എപ്പിസോഡുകൾ ഇറക്കി വ്യൂസ് ഉണ്ടാക്കാനൊന്നും മാളവികയും ശ്രമിച്ചിട്ടില്ല. ഡെലിവറി വീഡിയോ പോലും കാച്ചിക്കുറുക്കി വളരെ മിതമായി 9 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് ഇരുവരും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത്. തുടക്കത്തിൽ കുഞ്ഞു പിറന്നുവെന്ന് മാത്രമാണ് മാളവികയും തേജസും സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ചത്. കുഞ്ഞിൻ്റെ ജെൻഡർ റിവീൽ ചെയ്യാത്തതിൻ്റെ പേരിൽ താരദമ്പതികൾക്ക് നേരെ സൈബർ ആക്രമണമുണ്ടായിരുന്നു. പിന്നീടാണ് ഇരുവരും തങ്ങൾക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് ആരാധകരെ അറിയിച്ചത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ പരിപാലനവും പ്രസവരക്ഷയും ചികിത്സയുമായുമെല്ലാം ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മാളവിക. ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം മറ്റു വീഡിയോകളും മാളവിക യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടില്ല. അതേസമയം ഇപ്പോഴിതാ മാളവികയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ, പേരിടൽ ചടങ്ങുകൾ കഴിഞ്ഞു വന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് പുറത്തുവരുന്നത്. സ്വർണ്ണക്കസവുള്ള സാരിയിൽ ആഭരണങ്ങളും മുല്ലപ്പൂവും മിനിമൽ മേക്കപ്പും ചെയ്ത് അതീവ സുന്ദരിയായാണ് മാളവിക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മകളെ കയ്യിലെടുത്ത് ഓമനിക്കുന്ന മാളവികയുടെ വീഡിയോയും വൈറലാകുന്നുണ്ട്. അതേസമയം മാളവികയുടെയും കുഞ്ഞിൻ്റെയും പുതിയ ചിത്രങ്ങളും വീഡിയോയും വൈറലായതോടെ നിരവധി പേരാണ് പേളിയും മാണിയുമായുള്ള മാളവികയുടെ സാമ്യം ചൂണ്ടിക്കാട്ടിയെത്തുന്നത്. രണ്ടാമത്തെ മകൾ നിതാരയുടെ നൂലുകെട്ടിന് പേളി ചൂസ് ചെയ്ത അതേ നിറത്തിലും ഡിസൈനിലുമുള്ള സാരിയും മേക്കപ്പുമാണ് മാളവികയും മകളുടെ നൂലുകെട്ടിന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ഏറെയും കമൻറ്റുകൾ. മാളവികയുടെ വളകാപ്പിന് ധരിച്ച സാരിയും ഡെക്കറേഷനുമെല്ലാം പേളിയുടെ വളകാപ്പിനോട് സാമ്യമുള്ളതായിരുന്നുവെന്നും അന്ന് കമൻറ്റുകളുണ്ടായിരുന്നു. അതേസമയം പ്രസവശേഷം മാളവിക കൂടുതൽ സുന്ദരിയായെന്നും കമൻറ്റുകളുണ്ട്. നടി കാവ്യ മാധവൻ്റെ ഛായ സാരിയിൽ മാളവികയ്ക്ക് തോന്നുന്നുണ്ടെന്നും കമൻറ്റുകളുണ്ട്. കുഞ്ഞിന് മാളവികയും തേജസും നൽകിയിരിക്കുന്ന പേരെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ കൂടിയാണ് ആരാധകർ. നൂലുകെട്ട് വ്ലോഗ് ആവശ്യപ്പെട്ടും നിരവധി പേർ മാളവികയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമൻറ്റുകൾ കുറിക്കുന്നുണ്ട്. ഒരു ചുംബനത്താൽ അടയാളപ്പെടുത്തട്ടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയകഥ ആരംഭിക്കുന്നു എന്ന കുറിപ്പോടെയാണ് കുഞ്ഞിനോടൊപ്പമുള്ള ആദ്യ ചിത്രം മാളവിക പങ്കുവച്ചത്. പിന്നീട് ഭർത്താവ് തേജസിനൊപ്പം കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രങ്ങളും മാളവിക പങ്കിട്ടിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്ലാൻഡ് ആകാതെ വന്ന പ്രഗ്നൻസിയാണ് ഇതെന്നായിരുന്നു മാളവിക മുമ്പ് പറഞ്ഞത്. എങ്കിലും ദൈവം തന്നതിനെ സ്വീകരിക്കുന്നുവെന്നും ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നെന്നും മാളവിക പറഞ്ഞു.